ഇതൊരു ഈസി കടായി ചിക്കൻ ചെയ്താൽ അതിന് വേണ്ടി ഞാൻ 1 കിലോയിൽ കൂടുതൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങയുടെ നീര്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി കുറച്ച് കുരുമുളക്, പെരുംജീരകം, ചെറിയ ജീരകം, ഏലക്കായ, മുഴുവൻ മല്ലി, ഗ്രാമ്പു, ബേ ലീഫ്, മുളക്, സ്റ്റാർ, ഇത്രയും ഇത് നമുക്കൊന്ന് ചൂടാക്കി പൊടിച്ചെടുത്ത് വയ്ക്കാം. ഇതിനുവേണ്ടി നമുക്ക് ഒരു 2 തക്കാളിയും കുറച്ച് കാഷ്യൂ കുതിർത്തതും കൂടെ നമുക്കൊന്ന് അരച്ചെടുത്ത് വയ്ക്കാം. ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ എല്ലാം പറക്കി ഇതിലേക്ക് തന്നെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം അങ്ങനെ ഒന്ന് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് നെയ്യാണ്. നെയ്യ് ചൂടായതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. മീഡിയം 2 സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് സവാള വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള ഇഞ്ചി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂവും തക്കാളിയും കൂടെ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു ശകലം മഞ്ഞൾപ്പൊടിയും ഒരു ശകലം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വേണ്ടവർക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇച്ചിരി എരിവ് വേണം, അതിന് ചേർത്ത് കൊടുത്തതാണ്. പച്ചമണം പോകുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ മസാലയുടെ കൂടെ. എന്നിട്ട് ചെറിയ തീയിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവാളയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ മസാലയിൽ 1 സ്പൂൺ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കടായി ചിക്കൻ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടി ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു. നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് കോരി കൊടുക്കാം.